ജീസസ് ഈസ് ലൈവ് എൻ്റെ ആത്മീയ ഭവനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളായിരിക്കുന്നത് കൊട്ടാരക്കര ജീസസ് ഈസ് ലൈവ് ചർച്ചിലെ സഭാംഗവും അവിടുത്തെ ശുശ്രൂഷകനുമായിരിക്കുന്ന ബ്രദർ സന്തോഷിൻ്റെ ഭവനത്തിലാണ്. പ്രൈസ് ലോർഡ് ബ്രദർ. സ്തോത്രം. സന്തോഷ് ബ്രദർ, എൻ്റെ കുടുംബത്തെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അവിടെ ദയവായി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് സന്തോഷ് തങ്കച്ചൻ. ഇതെൻ്റെ മാതാവ്, ഇതെൻ്റെ സഹോദരിയുടെ ഇളയ മകൻ. എനിക്ക് 2 സഹോദരിമാരാണ്. ഒരാളെ മൈലത്ത് കെട്ടിച്ചു, ഒരാളെ മൂവാറ്റുപുഴയിൽ കെട്ടിച്ചു. എൻ്റെ ഫാദർ മരിച്ചുപോയി. എത്ര നാളായി ബ്രദറിൻ്റെ കുടുംബവും കൊട്ടാരക്കര ജീസസ് ഈസ് ലൈവ് ചർച്ചിൽ വരുന്നു? അതിന് വരാനുള്ള സാഹചര്യം കൂടി ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾ കൊട്ടാരക്കര ജീസസ് ഈസ് ലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിലായിരിക്കുന്നു. ഞങ്ങളവിടെ വരുവാനുണ്ടായ സാഹചര്യം, എൻ്റെ സഹോദരിയുടെ മൂത്ത മകൾക്കൊരു രോഗമുണ്ടായിരുന്നു. അതിന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ആ ചർച്ചിൽ കടന്നു വരുന്നത്. അന്ന് കടന്നു വന്ന ദിവസം തന്നെ അനേകർക്ക് സൗഖ്യം ലഭിക്കുന്നത് ഞങ്ങൾക്ക് കാണുവാനിടയായി. എങ്കിലും എൻ്റെ സഹോദരിയുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്നേരം ഞങ്ങൾക്കൊന്നും കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും അടുത്ത ആഴ്ചയിൽ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ആ ഒരു കാരണത്താൽ തുടർച്ചയായി ചർച്ചിൽ വരുവാനിടയായി. കൊട്ടാരക്കര ജീസസ് ലൈവ് ചർച്ചിൽ വന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെ അനുഗ്രഹങ്ങൾ, എന്തൊക്കെ അനുഭവങ്ങളാണ് ഈ ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായത്? ഞങ്ങൾ ആദ്യമായിട്ടൊരു രോഗസൗഖ്യത്തിനാണ് സഭയിൽ കടന്നു വന്നത്. എങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു തകർന്ന അവസ്ഥയിലായിരുന്നു ഞങ്ങൾ സഭയിൽ ആദ്യമായി കടന്നു വരുന്നത്. സഹോദരിയുടെ കുഞ്ഞിന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നുവെങ്കിലും ഞങ്ങളുടെ അവസ്ഥ വളരെ ഒരു തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ആ സമയത്തായിരുന്നത്. ഞങ്ങൾ അവിടെ വന്ന് സഹോദരിയുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. തുടർമാനമായിട്ട് സഭയിൽ വരുവാൻ കർത്താവ് അനുവദിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭവനത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും വളരെ മാറ്റങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. പട്ട് പോകുമായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വീണ്ടെടുത്തു. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. എന്നുവെച്ചാൽ ദേശത്ത് എല്ലാവരാലും നിന്ദിക്കപ്പെട്ട ആ ഒരു അവസ്ഥയിൽ നിന്നാണ് കർത്താവ് ഞങ്ങളെ മാനിച്ചത്. ഒരു പുതിയ അവസ്ഥ ഞങ്ങൾക്ക് ആ സഭയിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഭവനത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. ഞങ്ങൾ ആദ്യമായി ആ സഭയിൽ കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഓരോ ആഴ്ച കടന്നു പോകും തോറും വചനത്തിൽ ഞങ്ങൾ കൂടുതൽ ബലപ്പെടുവാൻ ഞങ്ങൾക്കിടയായി. അപ്പോൾ ആ വചനം കേൾക്കും തോറും, ഓരോ ദിവസവും വചനം കേൾക്കും തോറും ഞങ്ങളുടെ ജീവിതത്തിലും അത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചു. വചനത്തെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ സാധിച്ചത് കൊട്ടാരക്കര ജീസസ് ഈസ് ലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൽ വന്നപ്പോഴാണ്. അവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചത് ഒരു പ്രധാനമായ ഒരു കാര്യം, പരിശുദ്ധാത്മാവ് എന്നൊരു വ്യക്തിത്വം ഉണ്ടെന്ന് അറിയുവാൻ സാധിച്ചു. ആ ഒരു അറിവ് അതൊരു വലിയ ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു, ഒരു വലിയ അനുഗ്രഹമായി എനിക്കത് തോന്നുന്നു. ഓരോ ആഴ്ച കഴിയും തോറും ആ സഭയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് മാറി വരികയായിരുന്നു. സഭ എന്നത് ഒരു ആത്മീയ പിതാവും മക്കളും എന്നൊരു ലെവലിലാണ് സഭ എന്നത് അവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ടിനു ജോർജുമായിട്ട് പറഞ്ഞ എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, അത് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ സഹോദരിയുടെ മകളുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് സഭയിൽ കടന്നു വന്നത്. സഹോദരിയുടെ മകൾക്ക് അഡിനോയിഡ് എന്നൊരു രോഗമുണ്ടായിരുന്നു. ആ രോഗത്തിനു വേണ്ടി പാസ്റ്റർ ടിനു ജോർജ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവപുരുഷൻ പറഞ്ഞു, കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുകയാണ്, നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് അടുത്ത ആഴ്ച വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അതിന് പ്രകാരം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു. കുഞ്ഞിന് 5 വയസ്സാകുമ്പോൾ സർജറി പറഞ്ഞിരുന്നതാണ്. എന്നാൽ ആ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ രോഗത്തിൻ്റെ ആ രോഗത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും തോന്നാത്ത വിധത്തിൽ പൂർണ്ണമായ സൗഖ്യം കുഞ്ഞിന് ലഭിച്ചു. അത് എക്സ്റേ എടുത്തപ്പോഴാണ് അത് അറിയാൻ കഴിഞ്ഞത്. അത് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിന് സഹായകമായി. തുടർന്ന് ഓരോ ദിവസവും ഞങ്ങൾക്ക് ആരാധനയിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാവുകയും ഞങ്ങൾ കുടുംബമായി ആ സഭയിൽ കടന്നു പോകുവാനും തുടങ്ങി. ഓരോ ദിവസവും വചനത്തിൽ കൂടുതലായി വചനത്തിൻ്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും പാസ്റ്ററിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കുവാനും ഇടയായി. ഒന്നാമതായി ഒരു വ്യക്തിയോട് എങ്ങനെ ഇടപെടണമെന്നുള്ളത് പാസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. പാസ്റ്ററിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും എനിക്ക് പഠിക്കുവാൻ സാധിച്ചത്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് എൻ്റെ സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസമുണ്ടായിരുന്നു. എന്നാൽ സഭയിൽ വന്ന് പാസ്റ്റർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും കണ്ടു പഠിച്ച് ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ, എൻ്റെ സ്വഭാവത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകുവാൻ പാസ്റ്ററിൻ്റെ ഓരോ പ്രവൃത്തിയിലൂടെയും എനിക്ക് സഹായകമായി. അത് ഇത്രയും നേരം ബ്രദർ സന്തോഷിൻ്റെ ഫാമിലിയുടെ സാക്ഷ്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം എത്ര വലിയവനാണ്.
ദൈവം ഒരു സൗഖ്യത്തിലൂടെ ആ ബ്രദറിൻ്റെ കുടുംബത്തെയും പൂർണ്ണമായി വിടുവിച്ചു. ഇത്രയും നേരം നമ്മളോട് സമയം സ്പെൻഡ് ചെയ്ത സന്തോഷമുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ സഭയായിട്ടുള്ള പ്രാർത്ഥന നിങ്ങൾക്കുണ്ട്. ഗോഡ് ബ്ലെസ് യു. ആമേൻ.